അച്ഛനും പുതുതായിട്ട് എടുത്തു കൊടുത്ത വീടാണല്ലോ. അപ്പൊ അവിടേക്കാണ് ഈ സ്വർണ്ണമായിട്ട് ശല്യം ഉണ്ടാവുള്ളൂ. അതൊരു ശല്യമാണ് സാർ. മൂന്ന് ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി സാറും അമ്മയും അറിയാതിരുന്ന ഒരു സമയത്ത് രണ്ടാളും ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് കുറച്ച് വിഷമത്തെ. ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ടല്ലേ വരുന്നത്. ആദർശം വന്നിട്ട് പോയതേ ഉള്ളൂ. അവനിനി വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അവൻ നമ്മളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവന്റെ അമ്മ. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ തോന്നുന്നു അവൻ ഇനി ആദർശം ഒരു ജീവിതം ഇല്ലെന്ന് ഇദ്ദേഹം പറയുന്നത്. ഇയാൾ അമൂല്യമായി സൂക്ഷിച്ചിരുന്ന കുറച്ച് സ്വത്തുക്കൾ നമുക്ക് കൈമാറാനായിട്ടാണ് പറയുന്നത്. ചെറിയൊരു സമ്മാനം തരാൻ വന്നത്. പിന്നെ അയച്ചു. ഇതൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് വിഷമമുണ്ട്. മോൻ ചെയ്ത് സഹായിക്കുന്ന പാരിതോഷികമായിട്ടല്ല പറയുന്നത്. ഈ മോൻ അവകാശം അത് കുറച്ച് നേരത്തെ തന്നെ. അതെ, ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടില്ല മോളെ. അന്ന് അനാമയ്ക്ക് സ്വർണം കൊടുത്തപ്പോ അതിന് പകരമായിട്ട് മുത്തശ്ശി എനിക്ക് കുറച്ച് സ്വർണം തന്നില്ലേ? ഇയാൾ അമൂല്യമായിട്ട് സൂക്ഷിച്ചത് 可能は好きなだけ近づいてこい。ただしこれが最後だ。
സത്യമാണോ എന്തോ? നമ്മൾ സംശയിക്കുന്നതായിരിക്കും സത്യം. ഏട്ടത്തിക്ക് കരട് കൊടുത്ത് സഹായിച്ചവർക്ക് സ്വർണം കൊടുക്കാൻ പോയതായിരിക്കും. എന്നാൽ ഇത്ര സത്യം കൊടുക്കാൻ പോയത് എങ്ങനെയായാലും ഞങ്ങൾ കരുതിയത് വട്ട് അല്ലാതെ എന്താ അമ്മൂന്റെ നിധി പോലെ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണ്ണമല്ലേ അത്? അതേ മോളെ, അതിലെല്ലാവർക്കും കണ്ടുണ്ടായിരുന്നു. ഏട്ടത്തിക്കും. അത് അവർക്ക് എന്തിനാ കൊണ്ടു കൊടുത്തേ? അറിയത്തില്ലെങ്കിൽ ചോദിക്കണ്ടേ? ഒരു വീടാവുമ്പോ എല്ലാവർക്കും തുല്യത വേണ്ടേ? ഞങ്ങൾ ഇവിടെ 3 മരുമക്കളുണ്ട്. ഇതുവരെ എന്നോട് ഇത്തിരി പോയിട്ട് വേണമെന്ന് മുത്തശ്ശി ചോദിച്ചിട്ടില്ലല്ലോ. എനിക്ക് വലിയ സ്വർണം തന്നപ്പോ അതിന് പകരമായിട്ട് 3 മരുമകൾക്ക് കൊടുക്കുക ചെയ്തത്. അത് പോരാഞ്ഞിപ്പോ വീണ്ടും കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു. ആ സ്വർണം കൊണ്ട് പോയെങ്കിലും അവൾക്ക് കൊടുത്തോളൂ. കൊടുക്കാനൊന്നും വഴിയില്ല ഏട്ടത്തി. അതൊക്കെ ഒന്ന് മോളി പിടിപ്പിച്ച് ജ്വല്ലറിയിൽ വെക്കാനായിരിക്കും കൊണ്ടുപോയത്. അതുപോലുള്ള സ്വർണ്ണം ഇനി പണിയിപ്പിച്ചെടുക്കാൻ പാടാം. 可能は好きなだけ近づいてこい。ただしこれが最後だ。
കെട്ടോളം കൂടി അതിനെ കാണാൻ പോയിരുന്നു. എന്നാ Come on. 好きなだけ近づいてこい。ただし、これが最後だ。സൗണ്ട് കുറച്ചല്ല, സൗണ്ട് കുറച്ചെന്ന് എന്താന്ന് നീ തൊടൂല നീ നമ്മുടെ സ്വഭാവം നിനക്കറിയാലോ. അമ്മായിയമ്മയ്ക്ക് കൂട്ടിരിക്കുന്നത് കാണിക്കാൻ അവിടെ മാത്രമല്ലല്ലോ അമ്മയും അവരൊക്കെ എല്ലാം വരുന്നുണ്ടല്ലോ. അവിടെയാ നീ മാറിപ്പോയത്. നീ ഇപ്പൊ തന്നെ ദേവയാനിയുടെ അടുത്തെത്തും. എന്നിട്ട് ഈ വിവരം അവരോട് പറയണം. മരുമോൾക്ക് സ്വർണം കൊടുത്തെന്ന് അറിയുമ്പോ അമ്മായിയമ്മയ്ക്ക് അവരോടുള്ള ദേഷ്യം കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പോയി അവരെ ചൂട് പിടിപ്പിക്കുമോളായി. ശരി.好きなだけ近づいてこい。ただし、これが最後だ。動きবাচ্চা ছিল, খুব বদমাইশ।
きなだけ近づいてこい。ただしこれが最後だ。なぜならばこれで終わりだからだ。表情21号だ。厳重な作品。時々あの日を経験していなかった俺はどうなってるかって考えることがある。नॉज प्रभा बता रही थी कि आप उसे बहुत परेशान कर रही हैं। क्या बात है? डॉक्टर को बोलो मेडिसिन पिलो के नीचे क्यों छुपाया? I will not be. क्यों? क्या बात? बता रही थी मेडिसिन से मुझे मदद करना पड़ा। ओह, तो इसके लिए मैं प्रिस्क्रिप्शन ले लेती हूँ। ओके? ठीक है। ध्यान नहीं देना। खर्चा क्या बात है? यहाँ जाता है। मेरे डिबोट की बात जब मैं टीवी देखती कौन हो जाएगा? हाँ बहुत कहीं है टीवी देखती उसकी बच्चन बोल रही उनका बोलना मुझे अच्छा लगता है एकदम स्मूथली बात करते हैं तभी अचानक मेरे पैसे तम्बाकू की कभी नहीं देखा वो उस स्टूल पे देखा नहीं था दादी तो थी और घर थी अरे सारे लोग का देखा था तो मैं